അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നത് ഇസ്രയേൽ ഫലസ്തീനിൽ കടന്നു കയറി യുദ്ധം തുടങ്ങിയ സമയം അവർ പൊതുവെ പുറത്തേക്ക് പറഞ്ഞത് ഹമാസിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ ഭീകരവൽക്കരിച്ചുകൊണ്ടും അവരുടെ ഭീകരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെ ഫലസ്തീനിൽ കടന്നു കയറിയപ്പോൾ അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ ഈ ഉന്നയിക്കുന്നത് ഒന്നും യഥാർത്ഥ കാര്യകാരണങ്ങളല്ല എന്നും. യഥാർത്ഥ കാര്യകാരണം ഫലസ്തീനികളെ കൊന്നൊടുക്കുക, വംശഹത്യ നടത്തുക, ഉന്മൂലനം ചെയ്യുക, അതിനുശേഷം ഇസ്രയേലിന്റെ വലിപ്പം വ്യാപിപ്പിക്കുക. അങ്ങനെ വ്യാപിപ്പിച്ച് ഭാവിയിൽ അറബ് ലോകം മുഴുക്കെ കൈക്കലാക്കുക. അറബ് ലോകത്താണ് ലോകത്തിന്റെ സമ്പത്ത് മുഴുക്കെ, ലോകത്തെമ്പാടുമുള്ള സമ്പത്ത് കണക്കാക്കിയാലും അതുക്കും മേലെയാണ് അറബ് ലോകത്തിന്റെ ഭൂമിക്കടിയിൽ കിടക്കുന്ന സമ്പത്ത്. ഈ സമ്പത്ത് കൊള്ളയടിക്കുക, ഭാവിയിൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കൻ നേതൃത്വത്തിൽ കൊണ്ടുവരിക, യഹൂദി വൻ നസാറ കൂട്ടങ്ങളുടെ കൈകളിൽ ഈ സമ്പത്ത് എത്തുക. അപ്പോൾ സമ്പത്തിനു വേണ്ടിയുള്ള ശ്രമമാണ്, കൊള്ളയടിയാണ്. അതിന് അറബ് ലോകത്തെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തേ പറ്റൂ, ഇതിനു വേണ്ടിയാണ് ഇവർ കച്ചമുറുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും അറബ് വംശ വിഭാഗത്തെ, അറബ് വംശജരെ കുറ്റം പറയുകയാണ് ഉണ്ടായത്. ഈ കുറ്റം പറഞ്ഞ വിഭാഗങ്ങളുടെ എല്ലാം മനസ്സില് ഇസ്ലാം വിരുദ്ധത, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ വിദ്വേഷമാണ് ഇത്തരക്കാർ വിളമ്പിയത്. എന്നാൽ ഇപ്പോൾ എന്താണ് ട്രംപ് പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് വീഡിയോയിലേക്ക് വിശദമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയുകയും ഡൊണാൾഡ് ട്രംപ് സത്യവാചകം ചൊല്ലി അധികാരം ഏൽക്കുകയും ചെയ്തു. അധികാരമേറ്റതിന്റെ തൊട്ട് പിന്നാലെ ട്രംപിൻ്റെതായി പ്രസ്താവന വന്നത് ഗസ നിവാസികൾ, ഗസക്കാർ, ഫലസ്തീനികൾ എല്ലാം തന്നെ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒഴിപ്പിക്കണം. ഒഴിപ്പിക്കേണ്ടത് എങ്ങോട്ടാണ്? ജോർദാനും ഈജിപ്തും ഈ ഫലസ്തീനികളെ ഏറ്റെടുക്കണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. അതായത് ഫലസ്തീൻ എന്ന ഭൂമി സീറോ ലാൻഡായിട്ട് ഈ ജൂതന്മാർക്ക് കൈമാറണം എന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി, ഞാൻ പറഞ്ഞതാണ് ശരി, അത് മാത്രമേ ശരിയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇവർ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിന്റെ വലിപ്പം കൂട്ടുക, വ്യാപ്തി കൂട്ടുക. ഇസ്രയേലിന്റെ വലിപ്പം കൂട്ടിക്കഴിയുമ്പോൾ എങ്ങനെ ആയാലും എന്തായാലും ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലെത്തും. അമേരിക്കയുടെ കൈകളിലെത്തിയാൽ ഈ വിശാലമായ ഫലസ്തീന്റെ കൂടെ ഇസ്രയേൽ എന്ന രാജ്യവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാല രാജ്യം, അതായത് ഒരു സെക്കൻഡ് അമേരിക്ക അവിടെ സ്ഥാപിക്കുക. അപ്പോൾ അമേരിക്കൻ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പല ആയുധ ഫാക്ടറികളും ഈ മിഡിൽ ഈസ്റ്റ്, ഈ മേഖലയിലേക്ക് പറിച്ച് സ്ഥാപിക്കപ്പെടും. അവിടെ നിന്നും പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്ടറികളെല്ലാം വൻകിട ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗസ അടക്കമുള്ള വിശാലമായ ഈ മിഡിൽ ഈസ്റ്റ് മേഖല, ഇസ്രയേൽ അടക്കമുള്ള രാജ്യം ഒരു വൻ ആയുധ നിർമ്മാണ ഫാക്ടറിയായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിന്റെ പരിസരത്തെ പാർശ്വങ്ങളിൽ കിടക്കുന്ന മറ്റ് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിക്കാൻ ഈ ആയുധങ്ങൾ ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ അറബ് ലോകം അമേരിക്കൻ ലോകമായി മാറും. അറബികൾ തേരാപ്പാര നടക്കേണ്ടി വരും. അറബികൾ ഇവരുടെ മുന്നിൽ പിച്ചപാത്രവുമായി തെണ്ടി നടക്കേണ്ട അവസ്ഥ വരും. അവർക്ക് അറബികളെ എപ്പോഴെല്ലാം കൊല്ലണം, എങ്ങനെയെല്ലാം കൊല്ലണം എന്ന് വെച്ചാൽ ആ നിമിഷം അവർ ഘട്ടം ഘട്ടമായി കൊന്നുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അറബ് ലോകം യഹൂദി വൻ നസാറ ഈ വിഭാഗത്തിന്റെ കൈകളിലെത്തും. അവരുടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെല്ലാം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അറബ് രാജ്യവും ഭരിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നത് രാജാക്കന്മാരുടെ കൈകൾ കൊണ്ടാണ്.
ഓരോ രാജകുടുംബത്തിന്റെ കൈകളിലാണ് ഓരോ അറബ് രാജ്യത്തിന്റെയും രാഷ്ട്രീയ നിയന്ത്രണം. ഇവർക്ക് ഈ അധികാരം നിലനിന്നാൽ അറബ് രാജകുടുംബങ്ങൾക്ക് കാലകാലം വരെ അവർക്ക് അധികാരത്തിൽ ഇരിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തെ മാത്രം സ്വാധീനിച്ചാൽ ഈ അമേരിക്കൻ അച്ചുതണ്ടിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ നടത്താം. അതിന് എതിര് നിന്നാൽ ഈ കുടുംബത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യും. എങ്ങനെയാണ് സദ്ദാം ഹുസൈനെയും കുടുംബത്തെയും ഉന്മൂലനം ചെയ്തത്, എങ്ങനെയാണ് കേണൽ മുഅമ്മർ ഗദ്ദാഫിയെ കുടുംബ സഹിതം ഉന്മൂലനം ചെയ്തത്, ആ രീതിയിൽ തുടച്ചു നീക്കും. ഭാവിയിൽ ഈ യഹൂദികളുടെയും നസാറാക്കളുടെയും കൈകളിൽ ഈ അറബ് ലോകത്തിന്റെ സമ്പത്ത് മുഴുക്കി എത്തും. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ ഇസ്രയേലിൽ കണ്ടതും ഫലസ്തീനിൽ കണ്ടതും ഒക്കെ. എന്നാൽ ഇത് അവരുടെ ആഗ്രഹം മാത്രമാണ്. കോഴിക്ക് മുല വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഒരിക്കലും നടക്കാത്ത, സാധിക്കാത്ത ഒരു ആഗ്രഹമാണിത്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് കടന്നാൽ നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാകും. പാശ്ചാത്യ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മരണത്തിൽ പേടിയുള്ളവരാണ്. അവർ യുദ്ധത്തിന് മാൻ പവർ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന പ്രശ്നമേ അവർക്കില്ല. അവർ അവരുടെ മിഷനറി ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. മിഷനറി കൊണ്ടുള്ള യുദ്ധങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാലും ഈ മിഷനറി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ മാൻ പവർ ആവശ്യമാണ്. അതിനു വേണ്ട മാൻ പവർ മാത്രമാണ് ഈ വെള്ളക്കാരുടെ ലോകം കാഴ്ചവെക്കുന്നുള്ളൂ. എന്നാലും അവർ യുദ്ധത്തിന് നേരിട്ടിറങ്ങിയാൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടാൽ എല്ലാം തകർന്നു, എല്ലാം നശിച്ചു, എല്ലാം നഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണിവർ. നേരെ മറിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കുന്നവൻ അവൻ നേരിട്ട് സ്വർഗത്തിലേക്കാണ് പ്രവേശം എന്നാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പോരാളികളെ യുദ്ധത്തിൽ തോൽപ്പിക്കുക അസാധ്യമാണ്. മുസ്ലിം പോരാളികൾ യുദ്ധത്തിൽ തോറ്റ ചരിത്രം ലോക ചരിത്രം പരിശോധിച്ചാൽ എവിടെയും കാണാൻ സാധിക്കില്ല. വമ്പൻ സൈനിക സംവിധാനങ്ങളുമായി വന്നവരെ നിസാര ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തിയ ചരിത്രമാണ് മുസ്ലിം ലോകത്തിന് എന്നേക്കും പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ അറബ് ലോകം മുഴുക്കെ ഈ യഹൂദി നസാറ കൂട്ടങ്ങൾ കൈയടക്കുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ അജണ്ട നടപ്പിലാക്കുക, അത് സൈനികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യത്തിന് നേരെ പ്രയോഗിച്ചാൽ വളരെ ഈസിയായി അവർക്ക് ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാം. എന്നാൽ അവർ പരാജയപ്പെട്ടത് സദ്ദാം ഹുസൈന്റെ മുന്നിൽ പരാജയപ്പെട്ടു, കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ മുന്നിൽ പരാജയപ്പെട്ടു. അപ്പോൾ അവർ ചെയ്തത് അവരെ കുടുംബത്തോടെ വധിക്കുക എന്നുള്ളതാണ്. അവർ അവിടെ അങ്ങനെ ചെയ്തെങ്കിലും ഇറാഖിൽ സദ്ദാം ഹുസൈനെ കൊന്നു. പക്ഷേ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അവിടെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഇറാഖിൽ നിന്ന് ഭരിക്കുന്നത് ഇറാനിയൻ പ്രോക്സികളാണ്. ഈ പ്രോക്സി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം, ചിലർക്ക് അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. പ്രോക്സി എന്ന് പറഞ്ഞാൽ ഇറാൻ എന്താണോ കൽപ്പിക്കുന്നത്, ഇറാൻ എന്താണോ പറയുന്നത്, ഇറാൻ എന്താണോ പ്രഖ്യാപിക്കുന്നത്, അത് അതേപടി അവിടെ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ്. അതായത് ഇറാന്റെ ശമ്പളം പറ്റുന്ന ഒരു സർക്കാർ സംവിധാനം, അതിനെയാണ് ഈ പ്രോക്സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ നേതൃത്വത്തിലുള്ള ലിബിയ കൈയടക്കാൻ, വിശാലമായ വലിയൊരു രാജ്യമാണ് ലിബിയ. ഒരുപാട് എണ്ണ സമ്പത്തും സ്വർണ്ണ ഖനികളും ഒക്കെ ലിബിയൻ മണ്ണിനടിയിലുണ്ട്. ഇതെല്ലാം കൈക്കലാക്കാൻ വേണ്ടി ഗദ്ദാഫിയെ കൊന്നാൽ ഇതെല്ലാം സാധിക്കും എന്ന് വിചാരിച്ചു, നടന്നില്ല. അവിടെയും ഇറാനിയൻ പ്രോക്സികളാണ് ലിബിയയുടെ ഭരണം ഇന്ന് കൈയാളുന്നത്. അവരുടെ പ്ലാനെല്ലാം തെറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇറാനെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുക, ഉന്മൂലനം ചെയ്യുക. അത് ചെയ്യാൻ കെൽപ്പുള്ള ഒരു രാജ്യം ഇന്ന് ഭൂമിക്ക് മേലെയില്ല. ഇനി അങ്ങനെ ഒരു രാജ്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ട് വേണം, ഉണ്ടായി വന്നിട്ട് വേണം. അത്രയ്ക്കും സായുധമായി ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞ
അത്യന്താധുനിക ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. തന്നെയുമല്ല, ഇറാന് ശക്തമായ പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ഇറാന് വേണ്ടി അവർ രംഗത്തിറങ്ങും. അവരെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ആക്രമിച്ചാൽ അവർക്ക് വേണ്ടി ഇറാൻ രംഗത്തിറങ്ങും. അതാണ് ഇറാൻ, ചൈന, ഉത്തര കൊറിയ, റഷ്യ. ഈ 4 രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ ടൈപ്പാണുള്ളത്. ആരാക്രമിച്ചാലും എല്ലാവരും ഒത്തുകൂടും എന്നുള്ള ഒരേ ഒരു വെല്ലുവിളി മാത്രമാണ് ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ ഒരു കല്ലുകടിയായി അവസാനിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.